السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരെ, ഉഴുതുറുമ്പിൽ ജഹലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദീകരണത്തിന്റെ അടുത്ത ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഖുബൂരികൾ അടിസ്ഥാനപരമായി കാഫറുകളാണോ, അതല്ല അവർ മുശ്രിക്കുകളാണോ, അതല്ല അവർ ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളാണോ? ആഷിഖ് തന്റെ സംസാരത്തിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞതിൽ ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളാണ് എന്നാണ്. 1 മണിക്കൂർ 13 മിനിറ്റോളം വരുന്ന ദീർഘമായ സംസാരത്തിന്റെ ഏകദേശം 20 മിനിറ്റ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കാര്യം ചർച്ച ചെയ്യാനാണ്. ഇങ്ങനെ ഒരു വാദം, അതായത് സമസ്തക്കാർ മുഴുവൻ അല്ലെങ്കിൽ ഖുബൂരികൾ മുഴുവൻ അടിസ്ഥാനപരമായി കാഫറുകളാണ് എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. മറ്റാരെങ്കിലും പറഞ്ഞോ ഇല്ലേ എന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മറുപടി പറയേണ്ടതില്ല എന്ന നിലക്ക് മാറ്റിവെച്ചതായിരുന്നു. ആ ഭാഗങ്ങൾ വീണ്ടും കേട്ടപ്പോഴാണ് ഇതിലൊരുപാട് തെറ്റിദ്ധരിപ്പിക്കലും വായിച്ച വാചകങ്ങളിൽ തന്നെ അവർക്കെതിരാവുന്ന കാര്യങ്ങൾ പറയാതെ പോവുകയും മറ്റു ചില കാര്യങ്ങൾ ഖുബൂരികളെ മിനുക്കാൻ വേണ്ടി ദീർഘമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തിന് മറുപടി പറയാൻ രണ്ടാമത് തീരുമാനിച്ചത്. ആഷിഖ് ഈ വിഷയം പറയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ പറയുന്നത് ഖുബൂരികളെ അടിസ്ഥാനപരമായി നാം മുസ്ലിങ്ങളായി പരിഗണിക്കുന്നേയില്ല എന്നാണ് ഇവരുടെ വാദം. ഞാൻ കഴിഞ്ഞ സംസാരങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഇവരുടെ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറയേണ്ടതായി, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു ഉന്നമില്ലാത്ത വെടിയാണ്. ഒന്നുകിൽ ഏതെങ്കിലും ഒരാളെ ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരിൽ ആദ്യത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ച് മറ്റൊരു വിഭാഗത്തിന്റെ പേരിൽ മറുപടി പറയുക എന്ന ട്രിക്കുമാകാം. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. ആഷിഖിന്റെ സംസാരത്തിന്റെ തുടക്കത്തിലും ഇടക്കുമൊക്കെ ആവർത്തിച്ച് പറയുകയും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോകരുത്, എപ്പോഴും ഓർമ്മയിലുണ്ടാകണം, വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഒരാൾ എപ്പോഴാണ് മുസ്ലിമായി പരിഗണിക്കപ്പെടുക എന്നതാണ്. അതിൽ ആഷിഖ് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, 2 സാക്ഷ്യങ്ങൾ അയാൾ ഉച്ചരിക്കുക, ഷഹാദത്ത് അംഗീകരിക്കുക. രണ്ടാമത്തേത്, മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് ജനിക്കുക, മാതാവിന് അല്ലെങ്കിൽ പിതാവിന് മാതാപിതാക്കൾക്ക്. ഇതിൽ ചോദിക്കാനുള്ളത് ഈ കാര്യം കേരളത്തിലെ ഖുബൂരികളുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ്. ഒന്നാമത്തെ കാര്യം ആദ്യം പരിശോധിക്കാം. 2 സാക്ഷ്യവചനങ്ങൾ പറഞ്ഞ ഷഹാദത്ത് അംഗീകരിച്ച ആളുകളാണ് മുസ്ലിങ്ങളായി പരിഗണിക്കപ്പെടുക, അല്ലെങ്കിൽ ആകാനുള്ള ഒരു മാർഗം അതാണ്. ഇവിടെ ഈ വാദം ഉന്നയിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, ഒരാൾ 2 സാക്ഷ്യവചനങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അവർ മുസ്ലിങ്ങളായി തീരുമോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകളെ ഇവിടെ മുസ്ലിങ്ങളായി പരിഗണിക്കേണ്ടി വരും. പല സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ കവികളും പാട്ടുകാരുമൊക്കെ മാപ്പിളപ്പാട്ടുകളിലും അല്ലാതെയുമൊക്കെ ഈ വാക്യങ്ങൾ പറയുന്നവരുണ്ട്, പാടുന്നവരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈണത്തിൽ പാടുന്നവരുണ്ട്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതമില്ലാത്തവരുമായ ആളുകൾ, ഇവരെയൊക്കെ മുസ്ലിങ്ങളായി പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി നമുക്കിവിടെ കേരളത്തിലെ ഖുബൂരികളെ കുറിച്ച് പരിശോധിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന 2 സാക്ഷ്യവചനങ്ങൾക്ക് ഷർത്തുകളുണ്ട് എന്ന് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ആളുകളൊക്കെ ധാരാളമായി ഇത് ക്ലാസ് എടുക്കുന്ന ആളുകളുമാണ്. ആ പറയുന്ന ഷർത്തുകൾ ഖുബൂരികളുടെ കാര്യത്തിൽ പൂർത്തിയായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തിന്റെ 7 കാര്യങ്ങളിൽ ഒന്നായി പറയുന്നത് അൽ ഇൽമു എന്നാണ്. അറിവില്ലായ്മക്ക് എതിരായ അറിവ് എന്ന കാര്യം ഉണ്ടാകണം. ഇത് അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്യത്തിന്റെ, അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന വാക്യത്തിന്റെ ആശയങ്ങൾ ഹൃദയം കൊണ്ട് അവർ അറിയണം. നാവ് കൊണ്ട് പറഞ്ഞത് ഹൃദയത്തിൽ ബോധ്യമുണ്ടാകണം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് അൽ ഇസ്ബാത്തു വൻ നഫ്യു. ആരാധനക്കർഹനായി അല്ലാഹു മാത്രമേ ഉള്ളൂ, മറ്റാരും തന്നെ ഇല്ല എന്ന കാര്യം. എന്നാൽ കേരളത്തിലെ ഖുബൂരികളായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായി ഉരുവിടുന്നവരാണ്. അവർ ഈ ഇസ്ബാത്ത്, അല്ലാഹുവാണ് ആരാധ്യൻ, മറ്റാരും ആരാധ്യനില്ല എന്ന കൃത്യമായ അർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതല്ല, അല്ലാഹു ആരാധ്യനാണ്, മറ്റുള്ളവരെയും ആരാധിക്കാം എന്നതല്ലേ കേരളത്തിലെ ഖുബൂരികളായ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ഈ ഒന്നാമത്തെ ഷർത്ത് കേരളത്തിലെ ഖുബൂരികളിൽ യാഥാർത്ഥ്യമായിട്ടുണ്ടോ? രണ്ടാമത്തേത് യഖീനാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്തൈഖിനൻ ബിഹാ ഖൽബുഹു ഗൈറ ഷാക്കിൻ. സംശയമില്ലാത്തവനായി തന്റെ ഹൃദയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് അടിയുറച്ച് വിശ്വാസമുള്ളവനായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. എന്നാൽ കേരളത്തിലെ ഖുബൂരികളായ ആളുകൾക്ക്, കേരളത്തിലെന്നല്ല ലോകത്തുള്ള എല്ലാ ആളുകൾക്കും, നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ആളുകളെ കുറിച്ചാണ്, അതുകൊണ്ടാണ് കേരളം എന്ന് പറയുന്നത്. ഖുബൂരികൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ ഒരു യഖീൻ, ഉറച്ച വിശ്വാസമുണ്ടോ? അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്നോ
അല്ലെങ്കിൽ അതാണ് ഉത്തരം കിട്ടാൻ ഏറ്റവും അർഹമെന്നോ അള്ളാഹുവാണ് സഹായിക്കാൻ ഏറ്റവും കഴിവുറ്റവനെന്നോ കേരളത്തിലെ സമസ്തക്കാർ ഖുബൂരികൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവരുടെ വാദം ഉത്തരം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ഉറപ്പുള്ളതും അത് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കലാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പഴയ KSRTC ബസ്സിൽ കയറിയതുപോലെയാണ്. ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നത് ബെൻസ് കാറിൽ കയറിയതുപോലെയാണ്. ഇതൊക്കെ വാമൊഴിയായും പരമൊഴിയായും എഴുതപ്പെട്ടതാണ്, പറയപ്പെട്ടതുമാണ്. അപ്പോ ഈ രണ്ടാമത്തെ കാര്യവും അള്ളാഹുവിനെ കുറിച്ച് ഒരു ഉറച്ച വിശ്വാസം, ബോധ്യം, ആത്മസംതൃപ്തി ഈ ഖുബൂരികൾക്കില്ല എന്നുള്ളതാണ്. ഇത് ധാരാളമായി അവർ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേത് ഈ ആശയത്തെ സ്വീകരിക്കുക, അതിനെ ഉപേക്ഷിക്കാതിരിക്കുക. അള്ളാഹുവാണ് ഏക ആരാധ്യൻ എന്നത് ഉൾക്കൊണ്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഖുബൂരികൾ? ആറാമത്തെ കാര്യം ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാലിസൻ മിൻ ഖൽബിഹി, തന്റെ ഹൃദയത്തിൽ നിന്ന് ഖാലിസൻ, കലർപ്പില്ലാത്ത നിഷ്കളങ്കമായി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം ഉൾക്കൊള്ളണം. അതായത് ശിർക്കിന്റെ എല്ലാ കലർപ്പുകളിൽ നിന്ന് മുക്തമായിരിക്കണം. എന്നാൽ ഖുബൂരികളുടെ തൗഹീദ് എന്ന് പറയുന്നത്, ഷഹാദത്ത് എന്ന് പറയുന്നത് ശിർക്കിൽ മുങ്ങിക്കുളിച്ച കാര്യങ്ങളാണ്. ശിർക്കിന്റെ എന്തൊക്കെ കലർപ്പുകളുണ്ടോ അതൊക്കെ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കൂടിച്ചേർന്നിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതാണ്. എങ്ങനെ ഇഷ്ടപ്പെടണം? മറ്റെല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെടണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിട്ടുള്ള സമന്മാരായ ആളുകളെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഈ സമന്മാരെ അവർ ഇഷ്ടപ്പെടുന്നു. ഇതിന് രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അഖീദന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് കാണാം. അതായത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ട പ്രകാരം, ആ അർത്ഥത്തിൽ, അള്ളാഹിനോട് സ്നേഹമല്ല, ആ അർത്ഥത്തിൽ അവർ സ്നേഹിക്കുന്നത് ഇവരെയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടത് പോലെയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് പോലെയോ അള്ളാഹു അല്ലാത്തവരെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞതുപോലെ അവർക്ക് ഇങ്ങനെ ഹരിശം പുകഞ്ഞു പൊന്തും. ഈ ഒരവസ്ഥ എല്ലാ ഖുബൂരികൾക്കുമുണ്ട്. അള്ളാഹു അല്ലാത്തവരെ കൂടി വിളിക്കാം, പ്രാർത്ഥിക്കാം, സഹായം തേടാം, ഇവരൊക്കെ സഹായിക്കുന്നവരാണ്, രക്ഷപ്പെടുത്തുന്നവരാണ്, ശുപാർശക്കാരാണ് എന്ന് ശിർക്ക് കലർന്ന തൗഹീദ് പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടമായിരിക്കും. അള്ളാഹുവിനെ മാത്രം എന്ന് പറയുമ്പോൾ അവർ കോപാകുലരാകും. ഈ ആയത്തും ഇതുപോലുള്ള സംഗതികളും വിശദീകരിച്ചുകൊണ്ട് ശൈഖ് ഖുതൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ചില ആളുകളെ നമുക്ക് കാണാം, അവർ മക്കയെ അല്ല അവർ ഇഷ്ടപ്പെടുന്നത്, കഅബാലയത്തെയും അള്ളാഹുവിനോടുമല്ല അവർക്ക് ഇഷ്ടം, മറിച്ച് മദീനയോടാണ്. മദീന തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനോട് അവർക്ക് ഇഷ്ടം. ഈ ആളുകൾ ലക്ഷ്യം വെച്ച് വരുന്നത് മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഉദ്ദേശിച്ചാണ്. നബിയോട് പറയാനാണ്. അവിടെയുള്ള ഓരോ ഇരുമ്പിലും കമ്പിയിലും അതുപോലെ തന്നെ മണ്ണിലും എല്ലാ സംഗതികളിലും അവർ അങ്ങേയറ്റത്തെ വിശ്വാസം വെച്ച് പുലർത്തുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇത് പച്ചയായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് എന്ന് ശൈഖ് ഖുതൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനേക്കാൾ അള്ളാഹു അല്ലാത്തവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇതൊക്കെ ഈ പറയുന്ന ഒന്നും ഖുബൂരികളിൽ പൂർണ്ണമായിട്ടില്ല. എല്ലാം വേണമെന്നില്ല, ഒന്ന് തന്നെ പൂർണ്ണമല്ലെങ്കിൽ അവന്റെ തൗഹീദ് പൂർണ്ണമാവുകയില്ല. പിന്നെ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവനെ മുസ്ലിമായി പരിഗണിക്കണം എന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ പറയാനുള്ളത് ഇത് സത്യമായ ഒരു വാചകമാണ്. പക്ഷേ ഈ പറയുന്ന ആളുകൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാത്തിലായ ഒരു കാര്യമാണ്. അലി റളിയല്ലാഹു അൻഹു ഖവാരിജികളെ കുറിച്ച് പറഞ്ഞതുപോലെ നല്ലൊരു കാര്യം പറഞ്ഞിട്ട് അതിനെ തെറ്റായ കാര്യത്തിന് വേണ്ടി ന്യായീകരിക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ മുസ്ലിമായി. ഇതുകൊണ്ട് സമർത്ഥിക്കുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ എല്ലാവരും മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഇവരൊക്കെ മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്നതിലേക്കാണ് ആ സംസാരം മുഴുവൻ. കേട്ടാൽ അത് ബോധ്യപ്പെടും. ഇനി ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്ന, ഇസ്ലാമിനെ, തൗഹീദിനെ, ഈമാനിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ ഇതും ധാരാളമായി വായിക്കുന്നവരും പഠിക്കുന്നവരുമാണല്ലോ ഇവരൊക്കെ. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? അശ്ശിർക്കു ഫീ ഇബാദത്തില്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ശിർക്ക് വെക്കുക. കേരളത്തിലെ ഇനി എവിടെയുള്ള ഖുബൂരികൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ ഏതെല്ലാം വശങ്ങളുണ്ടോ അതിന്റെ ഒട്ടുമിക്കാൽ സ്ഥലങ്ങളിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാണ്. പ്രാർത്ഥനയാകട്ടെ, ഇസ്തിഗാസയാകട്ടെ, ഇസ്തിആനത്താകട്ടെ, അതുപോലെ തന്നെ നേർച്ചയാകട്ടെ, അറവാകട്ടെ, ബലിയാകട്ടെ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ശിർക്ക് കൂട്ടിക്കലർത്തിയിരിക്കുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായി പോകും. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനും തനിക്കുമിടയിൽ മധ്യവർത്തികളെ നിശ്ചയിക്കുക, അവരോട് പ്രാർത്ഥിക്കുക, അവരോട് ശഫാഅത്ത് ചോദിക്കുക, അവരിൽ തവക്കുലാക്കുക. ഫഖദ് കഫറ ഇജ്മാഅൻ, ഈ ആളുകൾ കാഫറായി തീരുമെന്നത് ഇജ്മാ ആകുന്നു. ഇതാണ് ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നവാഖിദുൽ ഇസ്ലാം എന്നതിന്റെ രണ്ടാമത്തെ കാര്യമായി പറഞ്ഞിട്ടുള്ളത്. ഇത് ഖുബൂരികളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമല്ലേ? മധ്യവർത്തികളെ സ്വീകരിക്കുകയും ആ മധ്യവർത്തികളോട് ദുആ ചെയ്യാമെന്നും അത് ഇസ്ലാമാണെന്നും അത് ശിർക്കാവുകയില്ലെന്നും വാദിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അതിലെ മറ്റൊരു കാര്യം, മൻ യഅ്തഖദ
അന്ന ബഅദൻ നാസി യസഉഹു അൽ ഖുറൂജ് മിൻ ശരീഅത്തി മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത്, അതായത് ഇസ്ലാമിന്റെ ശരീഅത്ത് മതനിയമങ്ങളിൽ നിന്ന് ചില ആളുകൾക്ക് പുറത്തുകടക്കൽ അനുവദനീയമാകുന്നു എന്ന് വിശ്വസിക്കൽ എന്ന് പറഞ്ഞാൽ ശരീഅത്ത് നിയമം ബാധകമല്ല. കേരളത്തിലെ സമസ്തക്കാര വാദം എന്താ? ഔലിയാക്കന്മാരായ ആളുകൾക്ക് ഇസ്ലാമിക ശരീഅത്ത് ബാധകമല്ല. അതിന് ഖളിറിന്റെ സംഭവത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യും. അപ്പൊ നമസ്കരിക്കാതിരുന്നാൽ, നോമ്പ് നോൽക്കാതിരുന്നാൽ, നോമ്പ് നോറ്റവന്റെ നോമ്പ് മുറിപ്പിച്ചാൽ എന്നാലൊക്കെ അവർ ഔലിയാക്കളാകുന്നു. കാരണം അവർക്ക് ശരീഅത്ത് ബാധകമല്ല എന്ന് പറയുന്ന സമസ്തക്കാരുടെ വിശ്വാസം. ഇത് ഇസ്ലാമിനെ പൊളിച്ചു കളയുന്നത്. ഇത്തരം ഇസ്ലാമിനെ പൊളിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമാവുകയും ഇസ്ലാമിനെ പൂർണ്ണമാക്കേണ്ട കാര്യങ്ങളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കുബൂരികളെ എങ്ങനെയാണ് ഇവർ ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങൾ മാത്രമാകുന്നു, അവർ മുശ്രിക്കുകളല്ല. അടിസ്ഥാനപരമായി മുശ്രിക്കോ അല്ലാത്തയോ അത് വേറെ കിടക്കട്ടെ, മുസ്ലിങ്ങളായി ഇവരെ പരിഗണിക്കാൻ എങ്ങനെ സാധിക്കും എന്നതാണ്. ഈ കാര്യം ന്യായീകരിക്കാൻ വേണ്ടി ആഷിഖ് കുറെ ഇബാറത്തുകൾ വായിക്കുന്നുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് അബ്ദുറഹ്മാൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വാചകം, അതുപോലെ തന്നെ ഷെയ്ഖ് സഅദിയുടെ, ഷെയ്ഖ് ഫൗസാന്റെ, ഇങ്ങനെയുള്ള പല ആളുകളുടെയും വാചകങ്ങൾ വായിക്കുന്നുണ്ട്. ഈ വാചകങ്ങൾ ചില സ്ഥലത്ത് അനാവശ്യമായി വിശദീകരിക്കുന്നു, എന്നാൽ ആവശ്യമായ കാര്യങ്ങൾ ഒറ്റവാക്കിൽ അർത്ഥം പറഞ്ഞു പോകുന്നു. എന്താണോ ആഷിഖ് ഉദ്ദേശിച്ചത് അത് മാത്രം നീട്ടിവലിച്ച് വിശദീകരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ സങ്കടമാണ് ഉണ്ടായത്. ഇങ്ങനെയൊക്കെ കിതാബ് ഓതുകയും പഠിക്കുകയും ഷെയ്ഖുമാരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാൻ അവസരവുമുണ്ടായ ആളുകൾ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ വളച്ചൊടിച്ച് ന്യായീകരിക്കുന്നത് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഒന്നാമത്തെ കാര്യം, ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് അബ്ദുറഹ്മാൻ ആൽ ഷെയ്ഖിന്റെ മിസ്ബാഹുൽ അലാം എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്ലാമിക രാജ്യത്തെ ആളുകളെ കാഫറാക്കുന്നു എന്ന് ആരോപിച്ച ആരോപണങ്ങൾക്ക് മറുപടിയാണ് ഈ പുസ്തകം തന്നെ. അതിൽ ഓരോ ആരോപണങ്ങൾക്കും ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ആൽ ഷെയ്ഖ് മറുപടി പറയുന്നുണ്ട്. അതിൽ ഈ വാചകമാണ് ആഷിഖ് വായിച്ചതും അർത്ഥം പറഞ്ഞത്. എന്നിട്ട് എന്താണ് ആഷിഖ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്? ഇടക്കിടക്ക് ആഷിഖ് പറയുന്നുണ്ട് ഈ സംസാരത്തിൽ, ഇവരെ അടിസ്ഥാനപരമായി മുശ്രിക്കുകളെ പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല, മറിച്ച് അവരിൽ ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളായിട്ടാണ് പരിഗണിക്കുക എന്ന് ഒന്നും രണ്ടുമല്ല അതിലേറെ തവണ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ആഷിഖ് വായിച്ച വാചകത്തിൽ, അതായത് ഷെയ്ഖ് ഇസ്ലാമിക രാജ്യത്തെ മുസ്ലിങ്ങളെ കാഫറാക്കുന്നില്ല, മറിച്ച് മുശ്രിക്കുകളുടെ രാജ്യത്തുള്ള അമ്പിയാക്കളെയും മലക്കുകളെയും സ്വാലിഹീങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന, അള്ളാഹുവിന് പുറമെ അവരെ സമന്മാരായി സ്വീകരിക്കുന്ന, അവർക്ക് ഈ ലോകത്തെ പ്രവർത്തനത്തിൽ പങ്കുണ്ടെന്നും നിയന്ത്രിക്കുന്നവരവരാണെന്നും വിശ്വസിക്കുന്ന കൗലാത്തിൽ കുബൂരിയീൻ, അതിരുകവിഞ്ഞ കുബൂരികളെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഇവരെ കുറിച്ചാണ് പണ്ഡിതന്മാർ അവരുടെ വിധി പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവരുടെ വിധി? അന്നമൻ ഫഅല ദാലിക മിമ്മൻ യഅതി ബി ഷഹാദത്തൈൻ, രണ്ട് സാക്ഷ്യങ്ങൾ പറഞ്ഞ ആളുകളിൽ നിന്ന് ഇപ്പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചാൽ യുഹ്കമു അലൈഹി ബഅദ ബുലൂഗിൽ ഹുജ്ജത്തി ബിൽ കുഫ്രി വരിദ്ദ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഹുജ്ജത്ത് എത്തിയതിന് ശേഷം അവരത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരിൽ കുഫറും മതത്തിൽ നിന്ന് പുറത്തുപോകലും റിദ്ദത്തും സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ കാഫിറാണ്, മുർത്തദ്ദാണ്. ഈ ഭാഗം ഒഴുക്കൻ മട്ടിൽ വായിച്ചു പോവുകയാണ്. എന്നാൽ ആഷിഖിന് വേണ്ടതെന്താ? ഇവർ അസ്ലിയായ കാഫിറുകളല്ല എന്ന ആരോപണത്തിന് മറുപടിയാണ്. അതുകൊണ്ട് തന്നെ വലം യജ്അലൂഹു കാഫിറൻ അസ്ലിയൻ, അവരെ ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അടിസ്ഥാനപരമായി കാഫിറാക്കിയിട്ടില്ല എന്ന വാദം ആവർത്തിച്ച് വിശദീകരിക്കുന്നു. എന്നാൽ അത് ഈ ഇടക്ക് വായിച്ച് അർത്ഥം പറഞ്ഞ് ഒഴുക്കൻ മട്ടിൽ പോയ സംഗതിയുണ്ടല്ലോ, ഹുജ്ജത്ത് എത്തിയതിന് ശേഷം അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ രണ്ട് ഷഹാദത്ത് ചെല്ലിയവനും കാഫറായി വിധിക്കണം, അവൻ മുർത്തദ്ദായി വിധിക്കണം. എനിക്ക് ചോദിക്കാനുള്ളത്, ആഷിഖ് ഇത് അംഗീകരിക്കുന്നുണ്ടോ? അസ്ലിയായ കാഫറാണല്ലേ നടന്നിക്കട്ടെ. ഈ പറയുന്ന ഹുജ്ജത്ത് എത്തിയതിന് ശേഷം മുകളിൽ പറഞ്ഞ ശിർക്കൻ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവനെക്കുറിച്ച് പറയേണ്ടത് ശിർക്ക് സംഭവിച്ച മുസ്ലിമാണ് എന്നാണോ, അതല്ല കാഫറാകുന്നു മുർത്തദ്ദാകുന്നു എന്നാണോ? ഇത് ആഷിഖ് ആവർത്തിക്കുന്ന മറ്റൊരു വാചകമുണ്ട്, വൽ മഅറൂഫുൽ മുത്തഫഖു അലൈഹി ഇൻദ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ അടുക്കൽ ഏകോപിച്ച് അറിയപ്പെട്ടിട്ടുള്ള കാര്യം. എന്നിട്ട് ആഷിഖ് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത് അവർ അടിസ്ഥാനപരമായ കാഫറുകളല്ല എന്ന കാര്യം മാത്രമാണ്. എന്നാൽ അതിന്റെ മുമ്പ് വായിച്ച ഇവരെ കാഫറായി മുർത്തദ്ദായി വിധിക്കണമെന്നത് ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോകുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്താ തോന്നുക? അവരടിസ്ഥാനപരമായ കാഫറല്ല. പിന്നെ ആഷിഖിന്റെ ഇടക്ക് ഒന്നുകൂടി വിശദീകരിച്ചെടുക്കുന്നു, ഇവർ ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളായി പരിഗണിക്കണം. അപ്പോ ഈ വാചകം യഥാർത്ഥത്തിൽ ആഷിഖിനും ആഷിഖിനെ പോലെയുള്ള ഇത്തരം ന്യായീകരണങ്ങൾ നടത്തുന്ന ആളുകൾക്കും തീർത്തും എതിരാണ്. കാരണം മുത്തഫഖുൻ അലൈഹിയായി പണ്ഡിതന്മാരെടുക്കൽ അറിയപ്പെട്ട കാര്യം ഇവർ അടിസ്ഥാനപരമായ ജന്മനാ കാഫറുകളല്ലെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫറുകളുണ്ടാണ്, മുർത്തദ്ദുമാകുന്നു. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞതുപോലെ ഇവരെ ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്ന് ഇവിടെ ഏത് വാചകത്തിലാണുള്ളത്? കാഫർ മുർത്തദ്ദുമായി പരിഗണിക്കണമെന്നല്ലേ? അപ്പൊ അത് വ്യക്തമാക്കി പറയാതെ, വ്യക്തമാക്കിയാൽ വ്യക്തമാക്കിയും അല്ലാതെയും പറയാതെ
അടിസ്ഥാനപരമായ കാഫറുകളല്ല എന്ന ഒരു വാദം കൊണ്ടുവന്ന് അതിന് മറുപടി ഉണ്ടാക്കുകയാണ്. ഇനി രണ്ടാമതായി ആഷിഖ് ഉദ്ധരിക്കുന്നത് ഷെയ്ഖ് സഅദിയുടെ ഒരു സാങ്കല്പിക വാദപ്രതിവാദമുണ്ട്. രണ്ടാളുകൾ തമ്മിൽ ഒരാൾ ഉതിരുണ്ടെന്ന് പറയുന്നവരും മറ്റേ ആൾ ഉതിരില്ല എന്ന് പറയുന്നവരും തമ്മിൽ നടത്തുന്ന ഒരു വാദപ്രതിവാദം ഷെയ്ഖ് സഅദിയുടെ ഫതാവയിൽ 578 മുതൽ 584 വരെയുള്ള പേജുകളിൽ കാണാം. അതിൽ ഒരാളുടെ ന്യായം പറയുന്നു, പിന്നെ മറ്റേ വാദം പറയുന്നു. ഇവിടെയും ആഷിഖ് ചില ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്, എന്നാൽ ചില വാചകങ്ങൾ വായിച്ചിട്ടില്ല. അതായത് ആഷിഖിന് വേണ്ടത് വായിച്ചു. എന്താ വായിക്കുന്നത്? അഹ്ലു കിതാബുകാരായ ജൂതക്രിസ്ത്യാനികളോട് ആരെ സാദൃശ്യപ്പെടുത്താൻ പാടില്ല? മുസ്ലിങ്ങളിൽപ്പെട്ട ശിർക്ക് സംഭവിച്ച ആളുകളെ സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അത് മഹാ അബദ്ധമാകുന്നു, അഹ്ലുസുന്നയുടെ നിലപാടല്ല എന്നൊക്കെ ആഷിഖ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഷെയ്ഖിന്റെ വാചകത്തിൽ എന്താ ഉള്ളത്? ثم يقع منه دعاء لغير الله وشرك به وهو لا يدري ولا يشعر أنه من الشرك بل يحسبه تعظيما لذلك المدعو مأمور به. ഈ ശിർക്ക് ചെയ്യുന്ന ആള് അവൻ മനസ്സിലാക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്ന കാര്യവും അവനിൽ പങ്കുചേർക്കുക എന്ന കാര്യവും ഇത്തരം ആളുകളിൽ നിന്ന് സംഭവിക്കുന്നു. എങ്ങനെ സംഭവിക്കുന്നു? വഹുവ ലാ യദ്രി വലാ യശ്കുർ. അവൻ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്ത് ഇത് ശിർക്കാണെന്ന്. എന്നാൽ അവൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ മരിച്ചുപോയ ആരെ വിളിക്കുന്നുവോ അവനെ ബഹുമാനിക്കുക എന്ന കാര്യമാണ്, കൽപ്പിക്കപ്പെട്ട കാര്യമാണ് എന്ന് ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. ഇവിടെ ആഷിഖ് വാചകത്തിന് തന്നെ തെറ്റായ അർത്ഥം പറയുന്നു. അപ്പൊ ഈ വാചകത്തിൽ എന്താ കിട്ടുക? ഷെയ്ഖ് പറയുന്നത് അറിയാതെ ശിർക്കാണെന്ന് മനസ്സിലാകാതെ അബദ്ധവശാൽ കാര്യം ചെയ്യുന്ന ആളുകൾ, ഇവരെക്കുറിച്ച് നമുക്ക് തർക്കല്ല. അങ്ങനെയുള്ള ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് സ്വീകരിക്കുന്നില്ലേ എങ്കിൽ അവർ കാഫിർ മുശ്രിക്കുമാണ്. എന്നാൽ ഇവിടെ ആഷിഖ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ജൂതക്രിസ്ത്യാനികളെ പോലെ അടിസ്ഥാനപരമായ കാഫറുകളല്ല എന്നാണ്. എന്നാൽ ഇത് ആഷിഖ് പറയുന്നത് വഹുവ ലാ യദ്രി വലാ യശ്കുർ, അവൻ അറിയാതെ മനസ്സിലാക്കാതെ എന്നതിന് രണ്ടിനും കൂടി ഒറ്റ അർത്ഥം പറയുന്നു. അതെന്താ? അവന് ബോധ്യപ്പെടുന്നില്ല എന്നാണ് അർത്ഥം കൊടുത്തത്. ദറായതിരി ഷാറയസ്കുറു എന്ന വാക്കിന് ബോധ്യപ്പെടുക എന്ന അർത്ഥം കിട്ടിയത്. അപ്പൊ ഇത് രണ്ടും കൂടി ഒറ്റ വാക്കാക്കി രണ്ടിനും കൂടി മൊത്തത്തിൽ വേറെ ഒരു അർത്ഥം പറഞ്ഞ് ആഷിഖ് രക്ഷപ്പെടുകയാണ്. കാരണം ഇവരുടെ ഒക്കെ വാദം ഉജ്ജത്ത് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ അവനത് ബോധ്യപ്പെട്ട് അംഗീകരിക്കണം, എന്നിട്ട് ചെയ്യാതിരുന്നാലേ മുശ്രിക്കും കാഫിറുമാകുള്ളൂ. വിവരം കിട്ടിയാൽ പോരാ, കാര്യം കേട്ടാൽ പോരാ, അറിഞ്ഞാൽ പോരാ, മറിച്ച് അവന്റെ ഹൃദയത്തിൽ അത് ബോധ്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ ചോദിച്ചു, അബൂജഹലും അതുപോലെ തന്നെ അബൂലഹബ് അടക്കമുള്ള ആളുകളൊന്നും കാഫറാന്ന് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എവിടെ നിന്നാണ് ആഷിഖിന് ലായതിരി അറിയുന്നില്ല, വലായസ്കുറു മനസ്സിലാക്കുന്നുമില്ല. അപ്പൊ അറിയാതെ ഒരാൾ അബദ്ധത്തിൽ ഇങ്ങനെ ചെയ്തു പോയാൽ എന്ന് ഷെയ്ഖ് പറഞ്ഞതിന് ബോധ്യപ്പെടുക എന്ന് അവിടുന്ന് അർത്ഥം കിട്ടിയത്. അങ്ങനെ അറബി ഭാഷയിൽ ഈ വാക്കിന് അങ്ങനെ അർത്ഥമുണ്ടോ? എന്നാൽ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ലായസ്കുറൂൻ എന്ന കാര്യം കാണാം. ഉദാഹരണത്തിന് ഫഅഖദ്നാഹും ബഗ്തതൻ വഹും ലായസ്കുറൂൻ. അല്ലാഹു പറയാം, അക്രമം ചെയ്ത ആളുകളെ, ശിർക്കിന്റെ കുഫറിന്റെ ആളുകളെ അവരെ നാം പെട്ടെന്ന് പിടികൂടി. വഹും ലായസ്കുറൂൻ, അവരറിയാതെ, അറിയാത്ത നിലക്ക് പെട്ടെന്ന് നമ്മുടെ ശിക്ഷ കൊണ്ട് അവരെ നാം പിടികൂടി. ആഷിഖിന്റെ അർത്ഥപ്രകാരം അവർക്ക് ബോധ്യപ്പെടാതെ അവരെ നാം പിടികൂടി ശിക്ഷിച്ചു എന്ന് വരും. അപ്പൊ ശിക്ഷ കിട്ടിയ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്കത് ശിക്ഷയാണ് എന്ന്. അങ്ങനെയാണോ? അങ്ങനെ ഏതെങ്കിലും മുഫസ്സിറുകൾ അതിന് അർത്ഥം നൽകുകയോ പരിഭാഷപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഇനി ദറായദ്രി എന്ന് പറഞ്ഞാൽ അറിയുക എന്നാൽ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അൽ ഖാരിയത്തു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ, അതുപോലെ തന്നെ വമാ അദ്റാക മത്വാരിഖ്, ഒരുപാട് സ്ഥലത്ത് ഈ വാക്ക് ആവർത്തിച്ചത് കാണാം. അവിടെ നിനക്ക് ബോധ്യപ്പെട്ടോ, നിനക്കാര് ബോധ്യപ്പെടുത്തി? അൽ ഖാരിയ എന്നാൽ നിനക്ക് ബോധ്യപ്പെടുത്തി തന്നതാരാണ്? അത്താരിഖ് എന്ന് പറഞ്ഞാൽ നിനക്ക് ബോധ്യപ്പെടുത്തി തന്നത് എന്താണ് എന്നാണ് അർത്ഥം. അല്ല, വമാ അദ്റാക നിനക്ക് അറിയിച്ചു തന്നത് എന്താണ്? ദറാ എന്ന് പറഞ്ഞാൽ അറിയുക. അപ്പോ അറിയാതെ മനസ്സിലാവാതെ ഒരാൾ ശിർക്ക് ചെയ്താൽ അത് വേറെ വിഷയമാണ്. ഇവിടെ ബോധ്യപ്പെടുന്നുള്ളത് വേറെ വിഷയമാണ്. അപ്പൊ ഒരാൾക്ക് അറിയാതെ അങ്ങനെ ചെയ്താൽ അയാൾ മുശ്രിക്കാവൂല, കാഫറാവൂല. എന്നാൽ ഇന്ന കാര്യം തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവുകയും ആ വിവരം അയാൾക്ക് കിട്ടുകയും ചെയ്തിട്ട് അത് ചെയ്യുകയാണെങ്കിലോ അയാളെ പിന്നെ മുസ്ലിമായി പരിഗണിക്കാൻ പറ്റും. ഇനി ആഷിഖ് വായിക്കാത്തൊരു ഭാഗം ഈ വാചകത്തിന്റെ താഴെയുണ്ട്. ഒരാൾ റസൂലിൽ വിശ്വസിക്കുകയും റസൂൽ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് സത്യപ്പെടുത്തുകയും അതുപോലെ തന്നെ റസൂൽ കൊണ്ടുവന്ന ദീനിനോട് പ്രതിബദ്ധത പുലർത്തുകയും ചെയ്യുന്ന ഒരാൾ. ഇത് പറഞ്ഞിട്ടാണ് ആഷിഖ് ഇത്തരം ആളുകളെ ജൂതക്രിസ്ത്യാനികളായ അടിസ്ഥാനപരമായ കാഫറുകളോട് സമമാക്കുന്നത് ശരിയല്ല എന്ന് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഈ വാചകം വായിച്ചാൽ മനസ്സിലാവും, ഇങ്ങനെ നബിയെ അംഗീകരിച്ച് വിശ്വസിച്ച് ഇസ്ലാം ദീനിനോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരാളിൽ നിന്ന് വാക്കിലോ പ്രവൃത്തിയിലോ
വിശ്വാസത്തിലോ പിഴവ് സംഭവിക്കുകയും എങ്ങനെ ജഹ്ലൻ അറിവില്ലായ്മ മൂലവും ഔ തഖ്ലീദൻ അല്ലെങ്കിൽ പാരമ്പര്യമായി മുസ്ലിങ്ങളായി ഇതാണ് ഇസ്ലാം എന്ന് വിചാരിച്ച് പാരമ്പര്യമായി അതിനെ അംഗീകരിച്ചുകൊണ്ട് തഖ്ലീദ് ചെയ്തു വരുന്ന കാരണത്താലോ ഔ തഅ്വീലൻ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാരണത്താലോ ഒരാൾക്ക് വാക്കിലോ പ്രവൃത്തിയിലോ ഉള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിക്കുകയാണെങ്കിൽ അവനെന്ത് ചെയ്യും? അല്ലാഹു തആല പിഴവ് പുറത്തു കൊടുക്കും. കാരണം എന്താ? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിഴവും മറവിയും അതുപോലെ തന്നെ നിർബന്ധിക്കപ്പെടുന്ന കാര്യങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. അത് കുഫ്റാണെങ്കിലും വാക്കിലുള്ള വിശ്വാസത്തിലുള്ള കുഫ്റാണെങ്കിലും ശരി എന്നാണ് ശൈഖിന്റെ വാചകം. അപ്പൊ ഇതിലും വളരെ വ്യക്തമാണ്. ഒരാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുക എപ്പോഴാണ്? ഒന്ന്, അയാൾക്ക് ജഹ്ല് അറിവില്ല, പിന്നെ പാരമ്പര്യമായി പിൻപറ്റി വരുന്നു, അല്ലെങ്കിൽ മറ്റവല്ല വ്യാഖ്യാനത്തിന് പഴുതുള്ള സംഗതികളും അയാൾക്കുണ്ട് എങ്കിൽ. കേരളത്തിലെ ഖുബൂരികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിന് മറുമരുന്ന് ഈ നാട്ടിലില്ലേ? ഇൽമ് പകർന്നു നിർത്തുന്ന സംവിധാനങ്ങളുണ്ട്, കേൾക്കാൻ സംവിധാനങ്ങളുണ്ട്, മനസ്സിലാക്കാൻ സംവിധാനങ്ങളുണ്ട്. നിങ്ങളുടെ പാരമ്പര്യം തഖ്ലീദ് പാടില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം പതിറ്റാണ്ടുകളായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ വ്യാഖ്യാനം ശരിയല്ല, തെറ്റാണ് എന്ന് നിരന്തരമായി ഗ്രാമാന്തരങ്ങളിൽ ഒരുപാട് പ്രസംഗങ്ങൾ പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളാണ് അവർ മുശ്രിക്കോ കാഫറുകളോ അല്ല എന്ന് പറയുക? ഇനി ശൈഖിന്റെ വാചകത്തിൽ തന്നെ വീണ്ടും കാണാം, ലാക്കിൻ ഖദ് യഖഉ വയൂജദു മാനിഉ. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, കുഫ്റാകുന്ന കാര്യം. എന്നാൽ അവന് വ്യക്തികളെ കാഫറാക്കുന്നതിൽ തടയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം. അതെന്താ? ലി അദമി ഇൽമിഹി അന്നഹു കുഫ്റുൻ വശിർക്കുൻ. ഈ ചെയ്യുന്ന കാര്യം കുഫ്റോ ശിർക്കോ ആണ് എന്ന് ചെയ്യുന്ന ആൾക്ക് അറിവില്ലാതിരിക്കുക. അപ്പൊ അറിവില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ കാഫറോ മുശ്രിക്കോ എന്ന് പറയാൻ പറ്റൂല. എന്നാൽ അതിൽ എന്താ മനസ്സിലാകുക? അറിവോടുകൂടിയാണ് ഇത് തെറ്റാണ്, ശരിയല്ല, ശിർക്കാണ്, കുഫ്റാണ് എന്ന വിവരം കിട്ടിയിട്ടും അതിൽ തന്നെ ശഠിച്ചു നിന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവനെ കാഫറാക്കാൻ വകുപ്പുണ്ട്, അവനെ മുസ്ലിമായി പരിഗണിക്കാൻ പാടില്ല എന്നൊക്കെ വ്യക്തമായി തന്നെ ശൈഖ് സഅദി പറഞ്ഞിട്ടുണ്ട്. ഇത് തിരിച്ചും മറിച്ചും വായിച്ച് പിന്നെ ഒന്നുകൂടി വായിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വായിച്ച് പിന്നെയും ആവർത്തിച്ച് ഇതാണ് സഅദി പറഞ്ഞിട്ടുള്ള വീക്ഷണം എന്ന് ആവർത്തിക്കുന്നു. അപ്പോ എന്താണോ ആശിഖ് ഉദ്ദേശിച്ചത് അത് വിശദീകരിക്കുകയും ഇപ്പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാതെ പോവുകയും ചെയ്തു. എന്നിട്ട് തെറ്റായ ധാരണയുണ്ടാക്കുക. ആശിഖ് അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന നബിയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സമസ്തക്കാർ. അവർ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് കൂലി കിട്ടാനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നബിയോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ചെയ്യുന്നത്, അതല്ലാതെ അള്ളാഹുവിന്റെ കോപം കിട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുക എന്ന ന്യായം ആശിഖ് ആവർത്തിച്ച് ചോദിക്കുന്നു. എങ്കിൽ തിരിച്ചു ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ഇനി നബി വന്നതിന് ശേഷമല്ല, നബി വരുന്നത് വരെയുള്ള ആളുകളെ പരിഗണിക്കാം. ആ ആളുകൾ എന്തെല്ലാം ഇസ്ലാം അംഗീകരിച്ച നന്മകൾ ചെയ്ത ആളുകളാണ്. നമസ്കാരമുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിയന്തര ഘട്ടത്തിൽ ഇവിടുത്തെ ഖുബൂരികൾ പോലും ചെയ്യാത്ത കാര്യം അവർക്കുണ്ട്. പിന്നെ നമസ്കാരമുണ്ട്, ചില നോമ്പുകളുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, ഇഅ്തികാഫുണ്ട്, തവാഫുണ്ട്, ആളുകളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെയുണ്ട്. ഈ മഹത്വങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ നമ്മൾ ഗാഫറാക്കുന്നില്ല, നിങ്ങൾ മുസ്ലിമാണെന്ന് പറയുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരടിസ്ഥാനപരമായ ഗാഫറുകളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരെ പാരമ്പര്യ മുസ്ലിങ്ങളായി, ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളായി, ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളായി പരിഗണിക്കണം എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? മൂന്നാമതായി ആശിഖ് വായിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ അഫീഫിയുടെ ഫതാവയാണ്. അതിന്റെ 371 പേജിൽ 75 ചോദ്യവും അതിനുള്ള മറുപടിയും ആശിഖ് വായിക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്: മരിച്ചുപോയ ആളുകളോട് സഹായം തേടുകയും അവരിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ഖുബൂരികളായ ആളുകൾ അസ്ലിയായ കാഫറുകളാണോ? അതിന് ശൈഖിന്റെ മറുപടി, ഹും മുർത്തദ്ദൂന അനിൽ ഇസ്ലാം ഇദാ ഉഖീമത് അലൈഹിമുൽ ഹുജ്ജ. ഇത് ആശിഖ് വായിക്കുന്നുണ്ട്. പക്ഷേ അത് സഅദിന്റെ വാചകം ആവർത്തിച്ച് വിശദീകരിച്ചതുപോലെ പറയുന്നില്ല. ഈ വാചകം യഥാർത്ഥത്തിൽ ആശിഖിനും ആശിഖിന്റെ ആളുകൾക്കും എതിരാണ്. ഇവർ അടിസ്ഥാനപരമായി മുസ്ലിമാണോ എന്നല്ല, അത് വേറെ നിൽക്കട്ടെ. ഈ പറയുന്ന വാചകം നിങ്ങൾ ആശിഖ് വായിച്ച വാചകം ആശിഖ് അംഗീകരിക്കുന്നുണ്ടോ? ഹും മുർത്തദ്ദൂന അനിൽ ഇസ്ലാം. മരിച്ചുപോയവരിൽ നിന്ന് ഉപകാര ഉപദ്രവങ്ങൾ വിശ്വസിച്ച് അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാകുന്നു. ഇദാ ഉഖീമത് അലൈഹിമുൽ ഹുജ്ജത്തു. അവരുടെ മേൽ തെളിവ് സ്ഥാപിക്കപ്പെട്ടാൽ. തെളിവ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന സ്ഥാപനമല്ല, ഹൃദയത്തെ കൊണ്ട് കുറ്റിയടിക്കലല്ല, ഫ്ലക്സ് വെക്കലല്ല, മറിച്ച് ഇത് തെറ്റാണ് എന്ന വിവരം അവർക്ക് കിട്ടുക. ആ വിവരം കിട്ടിയ ആളുകൾ അവർ അതിൽ തന്നെ തുടരുന്നുവെങ്കിൽ അവർ മുർത്തദ്ദാകുന്നു. ഈ വാചകം കേരളത്തിലെ ഖുബൂരികളെ ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്നതിനാണോ തെളിവ്? അതല്ല അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്നതിനാണോ തെളിവ്? അതുകൂടി ഒന്ന് പറയണം. ഇനി ഈ വായിച്ചതിന്റെ തന്നെ തൊട്ട് താഴെ
താഴെ തന്നാൽ അതേ വാചകം, ഒരൊറ്റ വാചകമാണ്. ഈ ഭാഗം മാത്രമാണ് ആശിക്ക് വായിച്ചത്. വൈല്ല ഫഹും മഅ്ദൂറൂന ബിജഹ്ലിഹിം, അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർക്ക് ഉദ്ർ നൽകപ്പെടും. എങ്ങനെയല്ലെങ്കിൽ അവർക്ക് തെളിവ് ലഭിച്ചിട്ടില്ലെങ്കിൽ, തെളിവ് ലഭിച്ചാലോ മുർത്തദ്ദാണ്. എന്നിട്ടൊക്കെ ജമാഅത്തിൽ അൻവാത്ത്, ആരെപ്പോലെ റാത്തു അൻവാത്ത് എന്ന സംഭവത്തിൽ പറയപ്പെട്ട ആളുകളെ പോലെ ഇവർക്ക് ഉദ്റുണ്ട്. കാരണം അവർക്ക് അറിയാത്തത് കൊണ്ടാണ് മരത്തിൽ നിന്ന് പറക്കത്തീർക്കാൻ ഞങ്ങൾക്ക് ഒരു മരം നിശ്ചയിച്ചു തരണമെന്ന് പറഞ്ഞത്. അങ്ങനെ അറിവില്ലെങ്കിൽ ഉദ്റുണ്ട്, അറിവ് കിട്ടിയിട്ടും ചെയ്യുകയാണെങ്കിലോ പിന്നെ അവർക്ക് ഉദ്റില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു അമ്മാമൻ ഇന്തസബൈലൽ ഇസ്ലാം, എന്നാൽ ഇസ്ലാമിലേക്ക് ചേരുകയും എന്നാൽ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുകയും തുമ്മ ബദത്തു മിൻഹു അഫ്ആലുൻ കുഫ്രിയ്യ, അവരിൽ നിന്ന് കുഫ്രൻ പ്രവർത്തനങ്ങൾ വെളിപ്പെടുകയും ചെയ്താൽ വഉഖീമത്ത് അലൈഹിൽ ഹുജ്ജതു, അവരുടെ മേൽ തെളിവ് സ്ഥാപിക്കപ്പെടുകയും ചെയ്താൽ നിങ്ങളെ ചെയ്യുന്ന പണി ശിർക്കാണ്, കുഫ്റാണ് എന്ന് തെളിവ് അവർക്ക് നൽകുകയും ചെയ്താൽ ഫഹുവ മുർത്തദ്ദുൻ, അങ്ങനെയുള്ള ആളുകൾ മുർത്തദ്ദാകുന്നു. അപ്പോ ആശിക്ക് വായിച്ച വാചകവും വായിക്കാത്ത വാചകവും ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഇത് ശിർക്കാണ് എന്ന അറിവ് കിട്ടിയതിന് ശേഷം അത് ചെയ്യുന്നുവെങ്കിൽ അവരെ ശിർക്ക് ഉള്ള മുസ്ലിങ്ങൾ ആയി പരിഗണിക്കണം എന്നതല്ല, അവരെ കാഫറും മുർത്തദ്ദുമായി പരിഗണിക്കണം എന്നതാണ്. വേറൊന്നും വേണ്ട, ആശിക്ക് വായിച്ചതല്ല, ആശിക്കൊന്ന് വിശദീകരിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു വിട്ടാൽ മതി, എന്നാൽ സംഗതി ക്ലിയർ ആവും. ഇനി ഈ ചോദ്യത്തിന്റെ തൊട്ടടുത്ത് 76ാമത്തെ ചോദ്യവും ഉത്തരവുമുണ്ട്. അത് ആശിക്ക് വായിച്ചിട്ടില്ല, വായിക്കാത്ത ഞാൻ കുറ്റമായി പറയുന്നില്ല, മുകളിൽ തന്നെ സംഗതിയുണ്ട്. അതേ സംഗതി താഴത്തും കാണാം. എന്താണ് അതിലുള്ള ചോദ്യം? ഒരാൾ ഒരു അടിസ്ഥാനപരമായ കാഫർ, അതായത് ഇപ്പോ ഒരു ഹിന്ദുവോ ഒരു ജൂതനോ ഒരു ക്രിസ്ത്യാനിയോ അങ്ങനെ അടിസ്ഥാനപരമായി തന്നെ കാഫറായി പരിഗണിക്കുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വെച്ച് 2 സാക്ഷ്യവചനങ്ങൾ ചൊല്ലുന്നു. പക്ഷെ നമുക്കറിയില്ല അയാൾ ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ പറയുന്നത് എന്ന്. ഇതിനെ സംബന്ധിച്ച വിധി എന്താണ് എന്നാണ് ചോദ്യം. അതിന് ശേഖ് നൽകിയ മറുപടി, നമ്മൾ ഇവിടെ ലാഹിർ അനുസരിച്ച് അയാളെ കുറിച്ച് വിധി പറയണം. എന്നാൽ അയാൾ ലായിലാന്ന് ചൊല്ലിയിട്ടുണ്ട്, അപ്പൊ അയാൾ അത് അറിഞ്ഞുകൊണ്ടാകാം ഉൾക്കൊണ്ടുകൊണ്ടാകാം ചൊല്ലിയത് എന്ന നിലക്ക് ലാഹിർ പരിഗണിക്കണം. എന്നാൽ അയാൾ മുസ്ലിമായി പരിഗണിക്കണം. ഏതുവരെ ഹത്താ യബ്ദു അന്നഹു ജാഹിലുൻ, അയാൾ ജാഹിലാണ്, പഠിച്ചിട്ടില്ല, വിവരമില്ലാതെ ചൊല്ലിയവനാണ്, വെറുതെ ലായിലാതെ ചൊല്ലിയതാണ് എന്ന് വെളിപ്പെടുന്നത് വരെ അയാളെ മുസ്ലിമായി പരിഗണിക്കണം. അപ്പൊ അതിനർത്ഥം എന്താ? ലായിലാതെ ചൊല്ലിയവനൊക്കെ മുസ്ലിം തന്നെ. പക്ഷേ ലായിലാനെതിരായി ഒരാളിൽ നിന്ന് ഉണ്ടായാൽ ഫയുഅല്ലം മാന ഷഹാദത്തൈനി സ്വഹീഹ്, ലായിലായുടെയും 2 ഷഹാദത്തിന്റെയും ശരിയായ അർത്ഥം അവന് പഠിപ്പിച്ചു കൊടുക്കണം. ഫൈനിസ്തഖാമ ഫൽഹംദുലില്ലാഹ്, പഠിപ്പിച്ചു കൊടുത്തിട്ട് നേരെ ചൊവ്വ തെറ്റിദ്ധരിച്ച് ജീവിക്കുകയാണെങ്കിൽ, മുസ്തഖീം ആവുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹ്ക്ക് സ്തുതി, കാരണം ആൾ മുസ്ലിമായി. എന്നാൽ വഇല്ലം യസ്തഖീം, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും മുഹമ്മദ് റസൂലുള്ളാഹിയും അർത്ഥം ഇന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടും അയാൾ അത് സ്വീകരിച്ച് നേരെ ചൊവ്വ ജീവിക്കുന്നില്ലെങ്കിൽ ഫഹുവ മുർത്തദ്ദുൻ, അവൻ മുർത്തദ്ദാകുന്നു. ലാ കാഫിറുൻ അസ്ലിയുൻ, അവൻ അടിസ്ഥാനപരമായി കാഫറാന്ന് പറയാൻ പറ്റൂല, അവൻ മുർത്തദ്ദാണ്. കാരണം എന്താ? അവൻ നേരത്തെ അടിസ്ഥാനപരമായ കാഫറായി, പിന്നെ കലിമ ചൊല്ലി മുസ്ലിമായി, പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ പിന്നെ അവൻ അടിസ്ഥാനപരമായ കാഫറല്ല, മുസ്ലിം ആയ ശൈലിൽ നിന്ന് പുറത്തു വന്ന ആളാണ്, അപ്പൊ മുർത്തദ്ദാണ്. ആശിക്ക് പറയുന്ന പോലെ ഇവൻ ശിർക്ക് സംഭവിച്ച മുസ്ലിമാണ്, അല്ലെങ്കിൽ ജാഹിലായ മുസ്ലിമാണ് എന്നല്ല പറയുന്നത്. അപ്പൊ ഈ വാചകവും ആശിക്ക് വായിച്ച വാചകവും അബ്ദുർ റസാഖ് അൽ അഫീഫിയെ തെളിവായി കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ വാദത്തിനെതിരാണ്. ആശിക്ക് എന്താണോ എതിർക്കാൻ ശ്രമിച്ചത്, പക്ഷെ അതിനിടയിലുള്ള മുർത്തദ്ദാണ്, കാഫറാണ് എന്ന വാചകം നിങ്ങളുടെ വാദത്തിനെതിരാകുന്നു. ശിർക്ക് സംഭവിച്ച മുസ്ലിം എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇനി 3ാമത്തെ ചോദ്യം, നിങ്ങളുടെ വലിയ മുഫ്തിയായ മറ്റൊരു സംസാരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, കേരളത്തിൽ ആളുകൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താണ്? ഇത്ര വലിയൊരു പണ്ഡിതൻ കേരളത്തിന് കിട്ടി എന്നതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഷെയ്ഖ് ഫൗസാന്റെ ഒരു ക്ലിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണത്? ഒരാളെ കാഫറായി പ്രഖ്യാപിക്കേണ്ടത് വിവരമുള്ള ആളുകളാണ്. അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ ആണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊടുക്കുന്ന വിഷയമാണോ അതിൽ വരുന്നത് അല്ലേ എന്നുള്ളത്. ഇനി ഷെയ്ഖിന്റെ തന്നെ വേറെ വാചകങ്ങൾ അതവിടെ ഇരിക്കട്ടെ. ആ വീഡിയോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാണ് ഒരാള് കാഫറായി എന്ന് പറയാൻ പണ്ഡിതന്മാർക്കേ അധികാരമുള്ളൂ. അപ്പോ ശിർക്ക് ചെയ്യുന്ന ആളുകൾ കാഫറുകളാണ് എന്ന് പറയുന്നത് തെറ്റായ നിലപാടാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ആ സംസാരം നമുക്കെതിരാകുന്നു. അല്ലെങ്കിൽ ഈ ശിർക്ക് ചെയ്യുന്നവൻ അവൻക്ക് വിവരം കിട്ടിയിട്ട് അതിൽ തന്നെ ഉറച്ചിരിക്കുകയാണെങ്കിൽ അവൻ കാഫറാകുന്നു, മുശ്രിക്കാകുന്നു എന്ന വാദം പറയുന്നവർക്ക് എതിരിലാണ് നിങ്ങൾ ഈ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് തന്നെ എതിരാണ്. കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ 4 പേരെ നിയാഹ് ഇബ്നു ഖാലിദ് കാഫറായി വാമൊഴിയായും വരമൊഴിയായും പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരാളെക്കുറിച്ച് വാമൊഴിയും വരമൊഴിയും ഉണ്ട്, മറ്റത് വാമൊഴിയാണ്. അതിന് 2 സാക്ഷികൾ കണ്ണൂർ ജില്ലയിലുണ്ട്. ഒന്ന് AP അബൂബക്കർ മുസ്ലിയാർ, ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന ആൾ. അദ്ദേഹം കാഫറാകുന്നു, അദ്ദേഹത്തിന്റെ മതത്തിൽ നമ്മളില്ല, അദ്ദേഹത്തിന്റെ മതം ഇസ്ലാമല്ല എന്ന് നിയാബ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന തങ്ങൾ, അതുപോലെ ജമലുൽ ലൈലി തങ്ങൾ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവരൊക്കെ കാഫറുകളാകുന്നു, മുശ്രിക്കുകളാണ് എന്ന് നിയാബ് പറഞ്ഞതിന് 2 സാക്ഷികളുണ്ട്. AP യെ കുറിച്ച്, കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞതിന് വരമൊഴിയുമുണ്ട്, വാമൊഴിയുമുണ്ട്. അപ്പോ ചോദിക്കാനുള്ളത്, ഇങ്ങനെ വ്യക്തികളെ പേരെടുത്ത് കാഫറാക്കൽ
പണ്ഡിതന്മാരുടെ മാത്രം അവകാശപ്പെട്ട കാര്യമാണെങ്കിൽ നിയാഫ് ഈ ആളുകളെ കാഫറാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇനി അങ്ങനെ വലിയ ദർജയിലെത്തിയ ഒരു ആലിമാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ കുറ്റം പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് കേരളത്തിന് വീണ് കിട്ടിയ അഭിമാനിക്കാവുന്ന മറ്റൊരു മുഫ്തിയായി നമുക്ക് പരിഗണിക്കാം, വേറൊരു ഗ്രാൻഡ് മുഫ്തി. പക്ഷേ ഈ ഷെയ്ഖ് ഫൗസാന്റെ ക്ലിപ്പും ഇത് തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് നിങ്ങൾ വിശദീകരിക്കണം. ഇനി പോകട്ടെ, അതവിടെ നിൽക്കട്ടെ, കാഫറാക്കി പ്രഖ്യാപിച്ചു. ഇനി നിങ്ങൾ പറയുന്നത് ഇവരൊക്കെ കേരളത്തിലുള്ള ആളുകളെ ശിർക്ക് സംഭവിച്ച മുസ്ലിങ്ങളായി പരിഗണിക്കണം, അടിസ്ഥാന കാഫറായി പരിഗണിക്കാൻ പറ്റൂല. മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ചവരെ മുസ്ലിങ്ങളായി പരിഗണിക്കണം, അതുകൊണ്ട് കേരളത്തിലെ കുബൂരികളും അങ്ങനെയാണ് എന്നാണല്ലോ. എന്നാൽ നിയാഹ് പ്രഖ്യാപിച്ച ഈ നാലാളുകളുടെ മക്കൾ അപ്പാരാണ്? കാഫറായ മാതാപിതാക്കൾക്ക് ജനിച്ച ആളുകൾ, പിതാക്കൾക്ക് ജനിച്ചവരാണ്. ഇനി അവരുടെ ഭാര്യമാരും വ്യത്യാസപ്പെടുവോ? ഈ ആളുകൾക്ക് ജനിച്ച കുട്ടികൾ ഇവർ പാരമ്പര്യ മുസ്ലിങ്ങളായി പരിഗണിക്കാൻ പറ്റുമോ? കാരണം നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ. അപ്പം പറയും കാന്തപുരത്തിന് വയസ്സായി, മറ്റുള്ളവർക്കൊക്കെ വയസ്സായി, കുട്ടികളൊന്നും ഉണ്ടാവില്ല. ഇനി സങ്കല്പിക്കുക, ഇബ്രാഹിം നബിക്ക് അങ്ങനെ ഉണ്ടായ പോലെ 10, 70, 80, 90 വയസ്സാകുമ്പോ ആയിട്ടും ഒരു കുട്ടിയെ അള്ളാഹു ഇവർക്ക് പ്രദാനം ചെയ്താൽ ആ കുട്ടിയെക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? ഇതൊരു സാങ്കല്പിക ചോദ്യമാണ്. ചോദിക്കാൻ കാരണം ചിലപ്പോൾ നിങ്ങൾ പറയല്ലോ, എന്ത് അത് പറഞ്ഞതായിരുന്നു, പക്ഷെ അവൾക്കിപ്പോ മക്കളില്ല, ഈ നിയാഫ് കാഫറാക്കാൻ മുമ്പാണ് ഈ മക്കളുണ്ടായത് എന്ന് പറഞ്ഞാൽ, ഇനി അങ്ങനെ കുട്ടി ഉണ്ടായാൽ മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ച സന്താനമായി പരിഗണിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് ഹക്കീം അസ്ഹരി, കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി മുസ്ലിമാണോ? അല്ലേ? അല്ല, ശിർക്ക് സംഭവിച്ച മുസ്ലിം അല്ല. അതല്ല, കാഫറാക്കപ്പെട്ട ബാപ്പക്ക് കാന്തപുരത്തിന് ജനിച്ച കുട്ടിയായതുകൊണ്ട് ഹക്കീം അസ്ഹരിയും കാഫറാണ്. ഇനി മറ്റുള്ള 3 പേർക്കുമുള്ള മക്കളും അവർ അടിസ്ഥാനപരമായ കാഫറുകളാണ് എന്ന് നിങ്ങൾ പറയുമോ? ഇല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം?